അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ അഹ്കാമുൽ ഇസ്ലാം പാർട്ട് 1 5ാമത്തെ ചാപ്റ്റർ ഇത്തഖുൽ ലാഇനൈനി, ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നർത്ഥം വരുന്ന പാഠവും തദ്രീബാത്താണ് വായിക്കുന്നത്. നോക്കൂ. തിരുവനന്തപുരം സംസ്ഥാനത്ത് നദികളും മറ്റു ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടതായി സർവേയിൽ കണ്ടെത്തി. മലം, മൂത്രം, അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ വ്യാപകമായി പുഴയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ ടോയ്ലറ്റുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഫാക്ടറി മാലിന്യങ്ങളും പുഴകളിലേക്കും തോടുകളിലേക്കും ഒഴുക്കിവിടുന്നതും വ്യാപകമായിട്ടുണ്ട്. അതിനെതിരെ കർശനമായി നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. നോക്കൂ, ഇതൊരു പത്ര കട്ടിങ്ങാണ്. നമുക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം നമ്മൾ തന്നെ നശിപ്പിക്കരുത്. പത്രം വായിച്ച് ഉസ്താദ് ഓർമ്മിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖുൽ ലാഇനൈനി, ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. സ്വഹാബികൾ ചോദിച്ചു, ഏതാണ് ആ കാര്യങ്ങൾ? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും അവരുടെ തണലിലും വിസർജിക്കൽ, ശൗചം ചെയ്തതിന് ശേഷം ടോയ്ലറ്റ് വൃത്തിയാക്കണം, ഇരുന്നു കൊണ്ട് വിസർജനം നടത്തണം, നിശബ്ദത പാലിക്കണം, നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ശൗചം ചെയ്യണം, നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ മുതലായവയും ശൗചത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഉസ്താദ് തുറന്നു. പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിസർജിക്കരുത്. അവ മലിനപ്പെടുത്തുകയും അരുത്. അതുപോലെ തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും ഭക്ഷണ സാധനങ്ങളിലും ഖബറിന്റെ മുകളിലും പരിസരത്തും ഇഴജന്തുക്കളുടെ മാളങ്ങളിലും ഖിബലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. അന്നളാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽപ്പെട്ടതാണ്. ഇനി തദ്രീബാത്ത് വായിക്കുന്നുണ്ട്, നോക്കൂ. 1. നുജീബു, 1ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതാം. ചോദ്യം 1. ശാപനിമിത്തമായ കാര്യങ്ങൾ ഏതെല്ലാം? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും അവരുടെ തണലിലും വിസർജിക്കൽ. 2. വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം? തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും ഭക്ഷ്യസാധനങ്ങളിലും ഖബറിന്റെ മുകളിലും പരിസരത്തും ഇഴജന്തുക്കളുടെ മാളങ്ങളിലും. 3. ശൗചം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഇരുന്നു കൊണ്ട് വിസർജനം നടത്തണം, നിശബ്ദത പാലിക്കണം, നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ശൗചം ചെയ്യണം. 4. വെള്ളത്തിന് പകരമായി ശൗചം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഏതെല്ലാം? നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ മുതലായവയും ശൗചത്തിന് ഉപയോഗിക്കാവുന്നതാണ്. 5. ചില സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നിരോധിച്ചത് എന്തിന്? പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം എന്നിവയിൽ വിസർജനം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ. ഇനി 2ാമത്തെ പ്രവർത്തനം, നുബയ്യിനു സിയാഖ്, സന്ദർഭം എഴുതാനാണ്. ആരുടെ എപ്പോൾ പറഞ്ഞു? 1. ഏതാണ് ആ കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖുൽ ലാഇനൈനി, ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചതാണത്. 2. പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ നദികളും മറ്റു ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടതായി സർവേയിൽ കണ്ടെത്തിയപ്പോൾ. 3ാമത്തെ പ്രവർത്തനം, തഖ്സീസ്. 1. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിസര മലിനീകരണത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതുക.
ഒരു കത്ത് എഴുതാനാണ്. നമുക്ക് നോക്കാം. ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. സ്ഥലം: ഞങ്ങളുടെ നാട്ടിലെ അഴുക്കുചാലിൽ നിന്ന് വരുന്ന മാലിന്യം പുഴയിൽ വന്ന് വീഴുന്നതിനാൽ വെള്ളം മലിനമാകുന്നു. അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പേര്, സ്ഥലം, ഒപ്പ്. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കൂ. 2 മദ്രസയും പരിസരവും വൃത്തിയാക്കുക. അതിനെക്കുറിച്ചൊരു ഖണ്ഡിക എഴുതാനാണ്. മദ്രസയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ക്ലാസ് റൂമുകൾ അടിച്ചുവാരി വൃത്തിയാക്കുക. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക. ബാത്റൂമുകൾ വൃത്തിയായി സൂക്ഷിക്കുക. പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ചിരട്ട, ബോട്ടിലുകൾ എന്നിവ എടുത്തു മാറ്റുക. ഇനി 4ാമത്തെ പ്രവർത്തനം നതഅഹദ്. അതുപോലെ എഴുതാനാണ്. ഞാൻ പരിസരം മലിനമാക്കുകയില്ല. പരിസര ശുചിത്വത്തിൽ ഞാൻ ശ്രദ്ധ പതിപ്പിക്കും. ജലാശയങ്ങളിലും വഴികളിലും നിരോധിക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും ഞാൻ മലമൂത്ര വിസർജനം ചെയ്യുകയില്ല. വീട്, പള്ളി, വിദ്യാലയം എന്നിവയെല്ലാം ഞാൻ വൃത്തിയായി സൂക്ഷിക്കും. എൻ്റെ ശരീരവും വസ്ത്രവും ഉപകരണങ്ങളും വൃത്തിയുള്ളതായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പേജ്. 5ാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബു. വായിച്ചിട്ട് എഴുതുക. 1 ഇത്തഖുല്ലാഇനൈനി. 2 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പുഴ. 4 ടോയ്ലറ്റ്. 5 പത്രം. 6 ഫലവൃക്ഷം. 7 വിശ്രമസ്ഥലം. 8 വിസർജനം. 9 ഇഴജന്തു. കൂട്ടുകാരൊക്കെ നന്നായി എഴുതുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.